അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വട്ടൂരികളെ ചങ്കും കൊല്ലിയും പൊട്ടിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മളാണ് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കും. അതെന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൈക്കൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചാകും. രണ്ട് സൈഡിലുള്ള നരമ്പ് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് കുഞ്ഞേമ്, അതുപോലെ പമ്പേഴ്സ്, അതുപോലെ നമ്മളെ കോളാമ്പി, നൗഷാദ് ഒക്കെ സംസാരിക്കുക. ഇതിലിപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു സമസ്തയുടെ സ്ഥാപക ദിനത്തിൻ്റെ അന്ന് സുൽത്താനുൽ ഉലമ ഒരു വിങ്ങിപ്പൊട്ടി പറഞ്ഞ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫുള്ള് പ്രസംഗം നടക്കുന്നത്. ആരുടേത്? കുരുവട്ടൂരികളുടേത്. അത് കുഞ്ഞേമ പറയണ്ടോ എന്ന് കേട്ടോക്കാണെങ്കിൽ നമുക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കിടക്കാം. ചെയ്ത തെറ്റ്, സംഭവിച്ച അപാകത, ശംസുൽ ഉലമയുടെ വിഷയത്തിൽ ശംസുൽ ഉലമയുമായി പിണങ്ങിപ്പോന്ന് ശംസുൽ ഉലമയും അങ്ങും തമ്മിലുള്ള ബന്ധത്തെ അകറ്റിയത് എന്തിനാണെന്ന് ഗദ്ഗതത്തോടെ ചോദിച്ചില്ലേ? ഇവങ്ങനെ പറയുന്നത് കേട്ടാക്കരുത്, ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു കണ്ട് പറയുന്നത് കേട്ടാക്കരുത്. ഇപ്പം ഇവനക്കിപ്പോൾ എല്ലാം അറിഞ്ഞു കുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ വേറുള്ള ആളുകൾക്ക് അതിനെ പറ്റിക്കൊണ്ടൊക്കെ നല്ലോണം അറിയും. എന്നാൽ വേറുള്ളവർ അതിനെപ്പറ്റി പറട്ടെ വെച്ചിട്ട് പറയുകയാണെന്നൊക്കെ ഇവൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നുക. എൻ്റെ മോയൻ്റെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഞങ്ങൾക്കുണ്ട്. അതിന്റെ പരിണിതിയായി ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ അപകടം പുതിയ സംഘടനയ്ക്ക് രൂപം നൽകലായിരുന്നു. ഏറ്റവും വലിയ അപകടം പുതിയ സംഘടനയ്ക്ക് രൂപം കൊള്ളലായിരുന്നു എന്നാണ്. ആ ബാക്കി പറയട്ടെ. അതിന്റെ വാർഷികത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വേദിയിലാണ് നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുള്ളത്. അതെ അതെ അതെ, അതിൻ്റെ വാർഷികത്തിൻ്റെ വേദിയിലാണ് സുൽത്താനുൽ ഉലമ പൊട്ടിക്കരഞ്ഞത്. എന്നിട്ട് ഇനി എന്താ വേണ്ടത്? അതുകൊണ്ട് ആ തൗബയാകണമെങ്കിൽ അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചൊരാശയമുണ്ട്. സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഈ വിഷയങ്ങളൊക്കെ കേട്ടോ. നാടന്മാരായ ആളുകൾ മനസ്സിലാക്കണം. കാരണം മൂല്യന്മാരാണ് തമ്മിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വാട്സപ്പിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, യൂട്യൂബിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പല കള്ളത്തൊരീക്കത്തുകാർ ഇറങ്ങിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഇറങ്ങിയപ്പോൾ നമ്മളെ പോലത്തെ ആളുകൾക്ക് ഇത് പറയുകയല്ലാതെ രക്ഷയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ തമ്മിൽ എന്ത് ചെയ്യുക, പിന്നെ വെറുപ്പിക്കുക, തമ്മിൽ വെറുപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് മുനാഫിക്കിൻ്റെ സ്വഭാവവുമായിക്കൊണ്ട് ഇറങ്ങിയവരാണ് ഈ കള്ളത്തൊരീക്കത്തുകാർ. അതിൽപ്പെട്ടവനാണ് ഈ പ്രസംഗിക്കുന്ന ഈ വിദ്വാനും. അതുപോലെ ഓൻ്റെ സിംഗടികളായ കോളാമ്പി, നൗഷാദ്, പമ്പേഴ്സ്, അതുപോലെ പിന്നെ കോമാട്ട് ജാലിൽ അദ്ദു, ഇവരൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അതിനു വേണ്ടിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയണത്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. നാടന്മാരായ ആൾക്കാർ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ പോലും മൂല്യന്മാർക്കില്ലാതെ പോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അവർക്ക് വലിയ ഈമാനുണ്ട് നാടന്മാരായ ആളുകൾക്ക്. പക്ഷേ ഇത് നമുക്ക് പറയല്ലാതെ രക്ഷയല്ല. ജനങ്ങൾക്ക് മനസ്സിലാവണല്ലോ ഇത് കള്ളത്തൊരീക്കത്തുകാരാണ് ഈ പറയുന്നത് എന്നുള്ളത്. ഒരാളുടെ തൗബയാകണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അതിൽ നിന്ന് പൂർണ്ണമായി മോചിതനാകണം. പൂർണ്ണമായിട്ട് മോചിതനാവണം. അതിന് എന്താ മോനെ ചെയ്യേണ്ടത്? അതൊന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ചെയ്യേണ്ടത്? അതെ ഉസ്താദേ, പറയ ശിഷ്യ, പറയ. ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി ഉണ്ടായിരിക്കെ, കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി ഉണ്ടായിരിക്കെ, ബാഹ്യശക്തികളുടെ ഇടപെടൽ അങ്ങയെ സ്വാധീനിച്ച് അതിന് അങ്ങ് അടിമപ്പെട്ട് ഈ രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ച് പുതിയ സംഘടനക്ക് രൂപം നൽകി അങ്ങയുടെ ഉസ്താദിന്റെ ഉസ്താദായ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരിക്കെ താങ്കളെ കൊണ്ട് ഇവർ കൊരങ്ങ് കളിപ്പിച്ചു, ഒരു പുതിയ സംഘടനയുണ്ടാക്കി ജനറൽ സെക്രട്ടറിയായി അങ്ങയെ കുടിയിരുത്തി. ഇതാണ് അവരോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. ആ പാതകം, ആ തെറ്റിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ശരി, ആ തെറ്റിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി എന്താ കുട്ടി, ഇനിയിപ്പോൾ നമ്മളിനി ചെയ്യാം? ഇജൊന്ന് പറഞ്ഞ മാതിരി നമുക്ക് ജഡ്ജ് പറയാൻ വേണ്ടി കാത്തിരിക്കല്ലേ? ശിഷ്യനായ ഇജ്ജ് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണേ. അതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറയേ, എന്നാൽ അതിനനുസരിച്ച് നീങ്ങാലോ. ഞാൻ പറയും ചാൻകുട്ടി. അതുകൊണ്ട് തന്നെ ആ തെറ്റ് പൂർണ്ണമായി ഒഴിവാക്കണമെങ്കിൽ ആ സംഘടന പൂർണ്ണമായി പിരിച്ചുവിടുക, എന്നിട്ട് തൗബ ചെയ്യുക. എന്നാ നമുക്ക് അതങ്ങോട്ട് പിരിച്ചു വിട്ടാലോ?
നമുക്കാണ് പിരിച്ചു 2013 തുടങ്ങിയാണ് ഇത് പിരിച്ചു വിടുന്നത്. ഒന്നായിട്ട് ഒലിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങളിപ്പോൾ ശരിയാക്കും എന്ന് പറഞ്ഞാണ്ട് തുടങ്ങിയത് 2013 ശേഷം. ഇപ്പോൾ ഈ 2026 വരെ ഓൽക്കും തീരെ ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ പറയണത് എന്താ, ഇനി നിങ്ങൾക്ക് ആ തോമാണ്ട് ശരിയായി കിട്ടണമെങ്കിൽ നിങ്ങൾ പിരിച്ചു വിടണം. എന്നാൽ ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ കേട്ടോ, പിരിച്ചു വിടാനുള്ള ഒരു പരിപാടി നോക്കട്ടെ, അല്ലാതെ നടക്കൂല. കുരുവട്ടൂരികൾ പറഞ്ഞതല്ലേ, ഇബിലീസ് തൊരീക്കത്തുകാർ ബുഹത്താനികൾ പറഞ്ഞതല്ലേ, എന്നാൽ ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ, ഞങ്ങളൊന്ന് കൂടട്ടെ കേട്ടോ. അതല്ലേ ഉസ്താദേ അങ്ങ് പഠിപ്പിച്ച അധ്യാപനം അനുസരിച്ച് അതിനുള്ള വഴി? പഠിപ്പിച്ച ശിഷ്യാജ് കേൾക്കണില്ലല്ലോ. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഇപ്പം ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കൂലല്ലോ. പഠിപ്പിച്ചത് കേൾക്കണില്ല ശിഷ്യ, അവിടെയാണ് പ്രശ്നേ. ഇജ്ജ് വെറും ഇബിലീസിൻ്റെ ഒപ്പം കൂടിയിരിക്കുകയാണ്, ഇബിലീസിനെ ഷെയ്ഖാക്കിയിരിക്കുകയാണ്. ഇത് പറയുമ്പോ ഞങ്ങൾക്കെതിരെ കുഞ്ഞാടികൾ ചന്ദ്രഹാസം ഇളകണ്ട. ഞങ്ങൾ എന്തിനാ എൻ്റെ പേരിൽ ചന്ദ്രഹാസനങ്ങളുടെ ആവശ്യം? കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു കൊട്ട റൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഒരു ലുറാത്തിട്ടാൽ ചോദിച്ച മാതിരിക്കത്തെ ആൾക്കാരല്ലേ നിങ്ങൾ? ഒരു കൊട്ടവും തിന്നുന്നുണ്ട് റൗസേ, അപ്പി തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോൻ്റെ ഇടയിൽ ഒരു കീഴുവായി പോയിനെ കൊണ്ട് പോനെ മണക്കൊന്നുമില്ല. എൻ്റെ പേരിൽ ഇപ്പം അതിന് ഒച്ചമുടി ഒന്നും ഉണ്ടാക്കൂല നമ്മൾ. മശായിഖന്മാരെ ഹളറത്തിൽ ഞങ്ങളെ എത്തിച്ചു തരുന്നതിൽ ഒരു സബബാണ് ഉസ്താദ്. അന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലടാ. അങ്ങനെ കോമാടൻ്റെ അടുത്തേക്ക് എത്തിച്ചതിന് അക്കാലഘട്ടത്തിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെയാണ് അവൻ ആ തല തിരിഞ്ഞത്. ആ ഒരു കാരുണ്യം ഞങ്ങൾക്കിന്നുമുണ്ട്, ആ ഒരു റഹ്മത്ത് ഇന്നും ഞങ്ങൾക്കുണ്ട്. കോമാടൻ്റെ അടുത്തേക്ക് എത്തിച്ച ആ റഹ്മത്തുണ്ട് ചങ്ങായി. അന്ന് നല്ല ദ്വയും കാര്യങ്ങളൊക്കെ കണ്ടപ്പേ ഞങ്ങളും കരുതി വലിയ തിരക്കടില്ലാന്ന് കരുതി ഞങ്ങളൊക്കെ ഇപ്പം കൂടിയേ. ഞാനൊക്കെ എത്ര വട്ടം കൈ പിടിച്ച് മുത്തിക്കണ അറിയിച്ച്. പക്ഷെ എനിക്ക് ആ വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളം കിട്ടാത്തതുകൊണ്ട് എനിക്ക് തടി കിട്ടി. ആ ഒരു സ്നേഹം ഞങ്ങൾക്കിന്നുമുണ്ട്. പിന്നെ നിങ്ങൾ വല്ലാതെ അഹ്ലുസുന്നയുടെ ആദർശത്തിനെതിരായി ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കുമ്പോ, അഹ്ലുസുന്നയുടെ ആദർശത്തിനെതിരായിട്ട് അമ്മ പോലും സുൽത്താനുൽ ഉലമയുടെ അനുയായികളോ ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. അതിനെനിക്ക് വർത്താനം കള്ളത്തൊരീക്കത്തേറെ പറഞ്ഞിട്ടുണ്ട്. പറയുന്നതാര് എന്ന നോട്ടം ഞങ്ങൾക്കില്ല. അവിടെ ഞങ്ങൾ ദീനിന്റെ നിയമം പറയും. പറയുന്നത് ആര് എന്നുള്ള നോട്ടമൊന്നുമില്ല, അവിടെ ഞങ്ങൾ ദീനിൻ്റെ നിയമം പറയുന്നു. കള്ളത്തൊരീക്കത്തുകാർ തെറ്റാണെന്നുള്ളത് നമ്മളെ ഉസ്താദുമാർ പറഞ്ഞാൽ ഉസ്താദുമാർക്ക് അങ്ങോട്ട് മേക്കിട്ട് കയറുന്നു. അതിൻ്റെ അർത്ഥം അതല്ല പറ്റാ പറഞ്ഞതിനർത്ഥം. അതിന് കോമാട്ടന്മാരെ തന്നെ പറ്റുള്ളൂ. ഞങ്ങളെ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്ത് നിൽക്കും മോനെ. ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾ എന്താ പഠിപ്പിച്ചത് അതിലൂടെയാണ് ഞങ്ങൾ പോകാൻ കരുതിയിട്ടുള്ളത്. ഞങ്ങൾ ഈ കാലം വരെ അങ്ങനെ പോയിട്ടുള്ളൂ. പറഞ്ഞ കർശനമായ നിലപാട് സ്വീകരിക്കുന്നത് അതും ഉസ്താദിനുള്ളൊരു സംരക്ഷണമാണ്, അതും ഉസ്താദിനുള്ളൊരു സഹായമാണ്. ഇത്രയേ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഒന്നുകൂടി പറയട്ടെ, ഒന്നും കൂടി പറയാനുള്ളത് ഒക്കെ തന്നെയല്ല പറയാനുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പം ഇനിയിപ്പോൾ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഏതായാലും അടുത്തൊരു വിഷയം വരുന്നത് വരെ ഈ വിഷയവുമായി കൊണ്ട് സ്റ്റേജ് കെട്ടിങ്ങൾ എല്ലായിടത്തും കൂടി ഇങ്ങനെ ആ സ്റ്റേജ് ആയിട്ട് നടക്കും. പരിപാടി നമുക്ക് ഉണ്ടാവുകയെ, പരിപാടി നമുക്ക് നടത്തുകയെ, നമുക്ക് പരിപാടി പിന്നെ നമുക്ക് നടത്താം. അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇപ്പം ഇനിയിപ്പോൾ 100ാം വാർഷികത്തോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, ഓരോരുത്തരുടെ പ്രസംഗത്തിലും എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക, അതിന് പിടിച്ചാൽ നമുക്ക് അതിനെടുക്കുക. അപ്പോൾ പിന്നെ ഒരാഴ്ച 2 ആഴ്ച നമുക്ക് അങ്ങനെ കഞ്ഞി പിടിച്ചിക്കാണ്ട് പോകാമല്ലോ, അങ്ങനെ പോകാമല്ലോ. പിന്നെ അത് ഓലും പിന്നെ വേറെ ആരെങ്കിലും ഇടപെട്ടുകാണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യമായിട്ട് നടക്കുക കുറച്ച് കാലം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാം ചിലവാകുമല്ലോ, ഒക്കെ ചിലവാകണ കാലമാണ് ഇപ്പോൾ. ഇപ്പം ചിലവാണ് കാലം. അപ്പോൾ ശംസുലുലമേനായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ശംസുലുലമയിൽ മാതൃക കണ്ട് നമ്മൾ നടക്കുക. 2024 ശേഷം കേട്ടോ ശംസുലുലമയിൽ മാതൃക എത്തിയത്. അതുവരെ താജുലുലമയിലായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കിയിരുന്നു, താജുലുലമനെ പറഞ്ഞുകൊണ്ട് നടക്കിയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ താജുലുലമയിൽ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ക്ലിക്കാണില്ല പറഞ്ഞാൽ അതിൽ ഒരാൾ പെട്ടിയിരുന്നു, ആ ആളിന് തിരിച്ചു നിന്നു. താജുലുലമയുമായി ബന്ധപ്പെട്ട ഒരാളിൽ പെട്ടിയിരുന്നു. അപ്പോൾ ആ ആൾക്ക് പിന്നെ കാര്യം ബോധ്യപ്പെട്ടത് കള്ളന്മാരെ തൊരീക്കത്തിലൂടെയാണ് പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ മാറി നിൽക്കലോടുകൂടെ പിന്നെ അവിടെ പരിപാടി നടത്താൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ശംസുലുലമൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ അതിനിപ്പോൾ ഇനി എവിടുന്ന കുത്ത് കിട്ടുക എന്നാവോ. അത് ഇയാൾ പറയുന്നുണ്ട്, നമ്മളെ MT അബൂബക്കർ ഫൈസി പറയുന്നുണ്ട്, അബൂബക്കർ ദാരിമി. അതൊന്ന് കേട്ടോക്കാണ്. ശംസുലുലമയുടെ മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് ശംസുലുലമയുടെ ശത്രുക്കൾ ശംസുലുലമയുടെ ആളാകാൻ നിൽക്കൊന്നും വേണ്ട.
ഒരു പോയിൻ്റുള്ള വാക്കാണത് MT അബൂബക്കർ ദാരിമി പറഞ്ഞത്. ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞുകാണ്ട് ശംസുലുലമയുടെ കഠിന ശത്രുവായ ഇവൻ ശംസുലുലമയുടെ ആളാവാൻ നിൽക്കണ്ടെന്ന് സത്യമാണ് പറഞ്ഞത്. ശംസുലുലമയുടെ കഠിനമായ ശത്രുത ദീർഘകാലം വെച്ച് പുലർത്തിയിട്ട് ശംസുലുലമ അവിടെ വളർത്തിയെടുത്ത സമസ്തയെ തച്ചു തകർക്കും എന്ന് പരിസരത്തിൽ നിന്ന് ഒരിക്കൽ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകൾ, നിങ്ങളെ സമസ്തനെ ഞങ്ങൾ തച്ച് പൊളിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട. ഇതൊക്കെ നൗഷാദ് പറഞ്ഞതാണ്. നൗഷാദ് പറഞ്ഞാണ് ഞങ്ങൾ EK സമസ്തനെ ഞങ്ങൾ അങ്ങനെ ആക്കും, EK സമസ്തനെ ഞങ്ങൾ പൊടിച്ചു കളയും, അങ്ങോട്ടും ഇങ്ങോട്ട് ആകെ നാസികുസിയാക്കും എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്നു നൗഷാദ്. ഇതൊക്കെ നൗഷാദ് പറയുമ്പോഴാണ് പേരോടുസ്ഥാനെ പോലൊക്കെ തോലും നൗഷാദ് അങ്ങനൊന്നും കടുത്ത് പറയണ്ട എന്ന് പറയുമ്പോൾ ഇവന് പറ്റണില്ല. കാരണം അപ്പോൾ ഇവനത് സഹിക്കണില്ല. അതാണിപ്പോൾ പറഞ്ഞത് MT അബൂബക്കർ ദാരിമി പറഞ്ഞത്. അതൊക്കെ നിഫാഖിന്റെ മൂർധന്യ വേഷധാരികൾ മാത്രമാണ്. കാപട്യം കൽബിൽ ഉറച്ച് നിറച്ച് വെക്കുന്ന ആളുകളുടെ ഗീർവാന പ്രഘോഷണങ്ങൾ മാത്രമായിട്ട് അതിനെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ കാണുന്നുള്ളൂ. അത്രേ അതിനെ പറ്റി പറയാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദർശയിലേക്ക് പ്രവേശിക്കാം. ഉസ്താദെ സത്യാണത്. കാപ്പട്യാണ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് കാപ്പട്യം. നൗഷാദിൻ്റെയും കുഞ്ഞേമീൻ്റെയും പമ്പേസിൻ്റെയും കോമാട്ടുചാലിൽ അബ്ദുള്ളൻ്റെയും ഹൃദയത്തിൽ തുളുമ്പി നിൽക്കുകയാണ് കാപ്പട്യം എന്ന് പറഞ്ഞാൽ. ഇത്തരൊരു നിഫാക്കുള്ള മനുഷ്യന്മാർ ഇബിലീസ് പോലും തോറ്റുപോകും. അങ്ങനെയാണ് ഇവരുടെ കാര്യം. ഇവർ കുറേ AP നിന്നുകാണ്ട് EK ഭാഗത്തിനെ പറയാം, കുറേ അവിടെ നിന്നുകാണ്ട് താജുൽ ഉലമയാണ് വലിയ നേതാവ് എന്ന് പറയാം. അതിലും ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നുണ്ടപ്പം 2024 ശംസുൽ ഉലമയുടെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിറങ്ങിക്കുക. അപ്പോൾ അതിന് MT അബൂബക്കർ ദാരിമി തന്നെ കൊടുത്തു. ആ വർത്തമാനം കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ശംസുൽ ഉലമയിൽ മാതൃക ഉണ്ടോ അല്ലേ എന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇജൻ്റെ കോമാടനിൽ മാതൃക ഉണ്ടോ അല്ലേ നോക്കിക്കോ. കോമാടൻ്റെ ഇട്ടാൽ മതി. ഇജ് ഞങ്ങളിൽ കൊടുന്ന് കാണ്ട് വലുത്താൻ നിൽക്കണ്ട എന്ന് പരസ്യമായി MT അബൂബക്കർ ദാരിമി നൗഷാദിനിക്ക് തികച്ചും അങ്ങ് കൊടുത്തിട്ടുണ്ട്. കുരുവട്ടൂരികൾക്ക് മൊത്താണത്. കോമാട്ടുചാലിൽ അബ്ദുള്ള അടക്കമുള്ളവർക്ക് മൊത്താണത്. പിന്നെ ഒരു ഷെയ്ഖായിട്ട് കൊണ്ടുനടക്കുന്നത് സുലൈമാൻ ബാവ ഉണ്ടല്ലോ. സുലൈമാൻ ബാവാനെ ശംസുലുലമ ആട്ടി അടിച്ചാളാ. ആ ആളാ ഓരോ ഷെയ്ഖ്.